ഇത് തലശ്ശേരി ബിരിയാണിയോ കണ്ണൂർ ബിരിയാണിയോ ഒന്നുമല്ലേ, നമ്മളെ അറേബ്യൻ ഡിഷായ സുർബിയൻ ബിരിയാണിയാണിത്. അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. ഞാൻ കള്ളം പറയുന്നതല്ല. നിങ്ങൾ എൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. ബിരിയാണി ഉണ്ടാക്കാൻ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു 1.5 കിലോ ചിക്കനാണ്. ഒരു മീഡിയം സൈസ് 6 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 2 തക്കാളി, 3 എരിവില്ലാത്ത പച്ചമുളകാണ്. പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും പിന്നെ 1 കപ്പ് തൈരും. പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് കൂടി എടുത്തിട്ടുണ്ട്. അത് 1 2 ആയാലും കുഴപ്പമില്ല, നമ്മൾ ഒന്നേ എടുത്തിട്ടുള്ളൂ. ഉള്ളിയൊക്കെ നല്ല നേരെ രീതിയിൽ തന്നെ അരിഞ്ഞെടുക്കണേ, എന്നാലേ പെട്ടെന്ന് നമുക്ക് ഉള്ളി നല്ലവണ്ണം വറുത്ത് കോരിയെടുക്കാൻ പറ്റും. ഉള്ളി വറുത്ത് കോരിയെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിരിക്കണം. നെയ്യ് കുടിക്കാതെ നോക്കണം. ഈ ബിരിയാണി യമനി ബിരിയാണി എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല, ആദ്യമായിട്ടാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. കൂടുതൽ സാധനങ്ങളൊന്നും ഇതിന് വേണ്ട. പിന്നെ ഇപ്പോഴാണെങ്കിൽ ചിക്കന് നല്ല വിലക്കുറവല്ലേ. നിങ്ങളൊരു വെറൈറ്റി ഫുഡൊക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ എല്ലാം ഉണ്ടാക്കി കഴിച്ച് നോക്കിയതിന് ശേഷമാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഇതുണ്ടാക്കുമ്പോൾ ഇത്രയും ടേസ്റ്റ് ഉണ്ടാകുമെന്ന് കരുതിയിട്ടേ ഇല്ല. എപ്പോഴും തലശ്ശേരി ബിരിയാണിയും കണ്ണൂർ ബിരിയാണിയും കബ്സയും മന്തിയൊക്കെ അല്ലേ നമ്മൾ കഴിക്കാറ്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ വെറൈറ്റി ഫുഡെല്ലാം ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. അങ്ങനെ നമ്മളെ ഉള്ളിയൊക്കെ ഓയിലൊഴിച്ച് നല്ലവണ്ണം മുരിഞ്ഞ് വരുന്നുണ്ട്. പിന്നെ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്, ഉള്ളി ഓയിലൊക്കെ നല്ലവണ്ണം ചൂടായതിനു ശേഷം ഇട്ട് കൊടുത്താലും മതി. പക്ഷേ പെട്ടെന്നൊന്നും ഇത് മുരിഞ്ഞ് വരികയും ചെയ്യില്ല. എന്തായാലും കുറച്ച് താമസം പിടിക്കും. നമ്മൾ പിന്നെ ഈ വീഡിയോയിൽ കാണിക്കുന്നത് കൊണ്ട് അങ്ങനെ പെട്ടെന്ന് കാണിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത, തീ നല്ല സ്പീഡിൽ കൂട്ടി വെച്ച് കൊടുക്കണം. തീ കുറഞ്ഞാൽ ഉള്ളി മുരിഞ്ഞ് കിട്ടില്ല, നല്ല ക്രിസ്പിയായി കിട്ടില്ല. ഉള്ളി ഇതേ രീതിയിൽ ബ്രൗൺ കളർ തന്നെ ആകണം, കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. ഉള്ളി ക്രിസ്പിയായി കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ബിരിയാണിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത്. പിന്നെ ഉള്ളി വറുത്ത് കോരിയ ഓയിൽ നിന്ന് കുറേ നമ്മൾ മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഇതെങ്ങനെ ചിക്കൻ ഇട്ട് കൊടുത്താൽ മതി. ഒന്നും ഉപ്പോ മുളകോ ഒന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ചിക്കൻ ഇട്ട് കൊടുത്ത് അപ്പുറം ഇപ്പുറം തിരിച്ചിട്ട് കൊടുത്താൽ മാത്രം മതി. നമ്മൾ ഇതുവരെ ഇത് ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും നല്ലവണ്ണം പഠിച്ച് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ എല്ലാ ചിക്കനും നമ്മൾ ഇതുപോലെ വേവിച്ചെടുത്തു. പിന്നെ വേണ്ടത്, നമ്മൾ മാറ്റിവെച്ച 3 പച്ചമുളകും കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും എല്ലാം കൂടി മിക്സിയിൻ്റെ ജാറിലിട്ടു. അതിൻ്റെ കൂടെ വറുത്ത ഉള്ളി കൂടി പകുതി ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ മാറ്റിവെച്ച 1 കപ്പ് തൈര് കൂടി ചേർത്ത് നല്ലവണ്ണം അരച്ചെടുക്കണേ. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ആ ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തിയേക്കണേ. അങ്ങനെ എല്ലാ മിക്സും കൂടി നല്ലവണ്ണം നമുക്ക് അരച്ച് മാറ്റി വെക്കാം. ഇതുപോലെ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അതൊക്കെ നല്ലവണ്ണം അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത്, നമ്മൾ ആ പാത്രത്തിൽ തന്നെ വഴറ്റി വെച്ച ചിക്കൻ ആ പാത്രത്തിൽ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 2 ടീസ്പൂൺ പെപ്പർ പൗഡറാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ 1 സ്പൂൺ അറേബ്യൻ മസാലപ്പൊടിയാണ്. അത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ സാധാരണ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ചേർത്ത് കൊടുത്തത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയുമാണ്. കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തത്. അതാകുമ്പോൾ അധികം എരിവുണ്ടാവില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലവണ്ണം വഴറ്റണേ. ഇതിൽ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കണേ. പിന്നെ നമ്മൾ ഇതിൻ്റെ റൈസിനായിട്ട് എടുത്തത്, സാധാരണയായി എല്ലാവരും എടുക്കുന്ന കാണാറ് ഒന്നുകിൽ ബസുമതി റൈസ് അല്ലെങ്കിൽ മന്തി റൈസാണ്. നമ്മൾ എടുത്തിട്ടുള്ളത് സാധാരണ ജീരകശാല റൈസാണ്. അതും അത്ര മുന്തിയതൊന്നുമല്ല. നമ്മൾ ആ റൈസിന് 1 കിലോ വാങ്ങിയത് 99 രൂപക്കാണ്. ആ കമ്പനിയുടെ പേരൊന്നും ഓർമ്മയില്ല. ഞാൻ പറഞ്ഞു വന്നത്, മുന്തിയ റൈസൊന്നും വേണമെന്നൊന്നുമില്ല. ഏത് റൈസ് വെച്ചിട്ടും ഈ ബിരിയാണി ഉണ്ടാക്കാൻ പറ്റും. നമ്മളെ ചിക്കനൊക്കെ നന്നായി വഴറ്റി വന്നപ്പോൾ നമ്മളതിലേക്ക് മസാല എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 തക്കാളി കൂടി അരച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് കുറച്ച് ഗ്രേവിയുടെ ആവശ്യമുണ്ടായിരുന്നു, അതുകൊണ്ട് മാത്രം തക്കാളി ചേർത്ത് കൊടുത്തതാണ്. അങ്ങനെ എല്ലാം മസാലയൊക്കെ റെഡിയായി.
നല്ലവണ്ണം ഒന്ന് വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്ക്, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിലും ഒന്ന് ലൈക്കും കമൻറ്റും എല്ലാം ഒന്ന് ചെയ്തേക്കണേ. ഈ വീഡിയോ നിങ്ങളെ മുമ്പിൽ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ കാരണം സൺഡേ എല്ലാവർക്കും ലീവായിരിക്കുമല്ലോ. അപ്പോൾ ഒരു സൺഡേ സ്പെഷ്യൽ ആയിക്കോട്ടെ എന്ന് കരുതി മാത്രമാണേ. അങ്ങനെ ചിക്കനൊക്കെ നന്നായി വെന്ത് വരുന്നുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണേ, അല്ലെങ്കിൽ അടുക്കി പിടിച്ച് പോവും. പിന്നെ ഉപ്പൊക്കെ പാകമാണോ എന്നല്ലോ ഇടയ്ക്കൊന്ന് നോക്കിക്കോളൂ. വീണ്ടും നമുക്ക് നന്നായി വേവിച്ചെടുക്കാം. ചിക്കനൊക്കെ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചോറ് എങ്ങനെ ഉണ്ടാക്കിയതെന്ന് കാണാം. നമ്മൾ 3 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഈ ചോറ് വെക്കുമ്പോൾ നമുക്ക് കറുവാപ്പട്ടയോ ഗ്രാമ്പോ ഏലക്കായോ ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ആവശ്യത്തിന്. 3 കപ്പ് അരിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് ഒരു അരമണിക്കൂർ മുമ്പ് നല്ലവണ്ണം കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട്. അരി നല്ല വൃത്തിയിൽ കഴുകണേ. അതിൻ്റെ കാടി പോകുന്നത് വരെ കഴുകി ഊറ്റി വെക്കണം. സാധാരണ ചോറ് വെക്കും പോലെ വെച്ചാൽ മതി. നമ്മളെ പുഴുങ്ങലരിൻ്റെ ചോറ് വെക്കുന്നില്ലേ, അതുപോലെ വെച്ചാൽ മതി. ഒട്ടും ഓയിലോ പശു നെയ്യോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ഒരാവശ്യമില്ല. സാധാരണ ബിരിയാണി വെക്കുന്നത് പോലെ തന്നെ 3 കപ്പ് അരിക്ക് നമ്മൾ ചേർത്ത് കൊടുത്തത് 4.5 കപ്പ് വെള്ളമാണ്. ഇനി കുറച്ച് വെള്ളം കൂടിപ്പോ എന്ന് കരുതി പേടിക്കാനൊന്നുമില്ല. പക്ഷെ ഒട്ടും കുറയാൻ പാടില്ലേ. ചോറ് നല്ലവണ്ണം വെന്ത് കിട്ടേണ്ടതാണ്. ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മളെ ചോറൊക്കെ നല്ലവണ്ണം ഒരു 3/4 വേവായിട്ടുണ്ട്. കണ്ടോ, ഒട്ടും ഒട്ടിപ്പിടിക്കാതെ വന്നിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി വെന്ത് കിട്ടട്ടെ. നമ്മളെ മസാലയൊക്കെ വെന്തപ്പോൾ നമ്മൾ സ്റ്റൗ ഓഫാക്കിയിരുന്നേ. ഇനി ചോറ് നല്ലവണ്ണം വെന്താൽ മാത്രം സ്റ്റൗ ചെറിയ രീതിയിൽ ഓണാക്കിയാൽ മതിയേ മസാലേൻ്റെത്. പിന്നെ ചോറൊക്കെ വെന്തോ നോക്കി മസാലയിലേക്ക് നമുക്ക് ചോറ് ചേർത്ത് കൊടുക്കാം. ചോറൊക്കെ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. ചോറിന് നമ്മൾ മറ്റുള്ള മസാലകളൊന്നും ചേർത്ത് കൊടുക്കാത്തത് കൊണ്ട് തന്നെ ചോറ് നല്ല വെള്ള കളറാണുള്ളത്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ വെന്ത ചോറ് നമ്മൾ പകുതിയാണ് മസാലയിലേക്ക് തട്ടുന്നത്. പിന്നെ നമ്മൾ ഈ മസാല കുറച്ച് കൂടിപ്പോയത് കൊണ്ട് നമ്മൾ കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതിയല്ലോ. പിന്നെ പകുതി ചോറ് നമ്മൾ മസാലയിലേക്ക് തട്ടി അതിൻ്റെ മേലെ നമ്മൾ പൊരിച്ച് വെച്ച ഉള്ളിയും പിന്നെ മല്ലിയിലയും കൂടി ആദ്യം ചേർത്ത് കൊടുത്തു. പിന്നെ പാലിൽ കുറച്ച് കളറല്ല നമ്മൾ ചേർത്ത് കൊടുത്തത്, കുറച്ച് കുങ്കുമപ്പൂവ് നമ്മുടെ അടുത്തുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുത്ത്. എന്തായാലും ഒരു കളറൊക്കെ വേണമല്ലോ. ചോറ് കഴിക്കാൻ മാത്രമല്ല കാണാനും നല്ല ഭംഗിയൊക്കെ വേണ്ടേ. നമ്മൾ ഉള്ളി പൊരിച്ചതും കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് കളറും പാലും ഒക്കെ ചേർത്ത് കൊടുത്തു. അതിനുശേഷം ബാക്കി വന്ന ചോറ് കൂടി ചേർത്ത് കൊടുത്തേ. ബാക്കി വന്ന ചോറ് കൂടി ചേർത്ത് കൊടുത്ത ശേഷം അതിൻ്റെ മേലെ വീണ്ടും നമ്മൾ ഉള്ളി പൊരിച്ചതും മല്ലിയിലയും കൂടി വീണ്ടും വിതറി കൊടുത്തു. പിന്നെ നമ്മൾ ഇതിൽ പശു നെയ്യോ ഓയിലോ ഒന്നും അരിയിൽ ചേർത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മേലെ നമ്മൾ 2 സ്പൂൺ പശു നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേറെ ഓയിലൊന്നും ചേർത്തിട്ടൊന്നുമില്ല. അത് ചേർക്കാത്തത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല. നല്ല സാധാരണ അടിപൊളി ബിരിയാണി ആയിരുന്നു. നമ്മൾ സുർബിയാൻ ബിരിയാണി എങ്ങനെയുണ്ട്? നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ സൺഡേ തന്നെ ഉണ്ടാക്കി മക്കൾക്കെല്ലാം ഒന്ന് കൊടുക്കണേ. ഇതിൽ കൂടുതൽ ഓയിലോ ഒന്നും ചേർത്തിട്ടില്ല. എന്നാൽ ടേസ്റ്റിന് ഒരു കുറവുമില്ല. നല്ല ടേസ്റ്റായിരുന്നു. കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. കഴിക്കാനും നല്ല രുചിയുണ്ടായിരുന്നു. എന്താ എല്ലാവരും റെഡിയല്ലേ? നാളെ തന്നെ ഒന്ന് പോയി ചിക്കനും അരിയും എല്ലാം വാങ്ങി പെട്ടെന്ന് തന്നെ ഇതുണ്ടാക്കി നോക്കണേ. നിങ്ങൾ ഉണ്ടാക്കി നോക്കി ടേസ്റ്റ് ഇല്ലെങ്കിൽ എനിക്ക് കമൻറ്റും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം എനിക്ക് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്താൽ മതി. അത്രക്ക് ഉറപ്പ് തരുന്നുണ്ട്. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ തൽക്കാലം നമ്മൾ പോകുന്നേ. ടാറ്റാ, ബൈ ബൈ.